furious. സോ ഹലോ ഗൈസ്, നമ്മള് നിഞ്ച റോക്കുവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 3rd എപ്പിസോഡ് റയോക്കുവിന്റെ അതിന്റെ പേരൊക്കെ പോട്ടെ. ആ ഗെയിമിന്റെ 3rd എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു അബദ്ധം പറ്റി. നമ്മൾ വാള് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇത്രയും ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അത് കാരണം ഇനിയിപ്പോൾ ഇത് മുഴുവൻ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കഴിഞ്ഞ വില്ലേജിൽ തന്നെ ചെല്ലണം. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ നമ്മള് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ പേരെന്തായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വരുമായിരിക്കും. ഓക്കെ, നമുക്ക് ഇതൊക്കെ കളക്ട് ചെയ്തേക്കാം. നമ്മൾ ഈ വഴിയാണ് അന്ന് പോയത്. മാംഗിൾ വുഡ്സ്. ഓക്കെ, ഈ സ്ഥലം തന്നെ. ഇവിടെ എത്തുമ്പോൾ മറ്റേ പുള്ളിക്കാരന്മാരുണ്ട്. മറ്റേ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ അവന്മാരുണ്ട്. നമ്മളെ രണ്ടാമത്തെ വാളും പൊട്ടി തുടങ്ങി. അതിനു മുമ്പ് അത് തീരുകയും ചെയ്തു. ഇൻവിസിബിൾ എലിക്സർ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. തുടക്കം തന്നെ തൂക്കി. പൈസയും പോയി, കോയിനും പോയി. അത്ര അവിടെ നമ്മൾ സ്റ്റെൽത്ത് ആയിട്ട് മൂവ് ചെയ്താലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. പതുക്കെ പോകണം. അവിടെ ആൾക്കാരന്മാർ നമ്മളെ നോക്കുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങോട്ടേക്ക് തിരിയുന്ന സമയത്ത് നമുക്ക് പോകാം. ഓക്കെ, ലോസ്റ്റ് ഐറ്റം. അയ്യോ, ഓക്കെ, ഇതൊരു ബ്ലോക്ക്. ഓക്കെ, ഈ വഴി. അവിടെ ആൾക്കാരിപ്പുണ്ട്. ഇയാളെ ഈസായിട്ടങ്ങ് തട്ടിയാലോ? ഓക്കെ, സക്സസ്. ഒരുത്തന്നെ നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വഴി പോയിട്ട് അമ്മേ അടുത്തവൻ വരട്ടെ, അവനെയും കൂടെ തൂക്കാം. ഓക്കെ, ഗേറ്റ് കീപ്പർ ഈ പുള്ളിനെ. ഓക്കെ, ഫെയർ റിഡീമർ ഹണ്ടേഴ്സ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഈ പുള്ളിക്കാരന്മാരെ മുഴുവൻ നമ്മൾ തപ്പും.
എങ്കിലേ എന്തേലുമൊക്കെ നടക്കത്തുള്ളൂ. അതിന് മുമ്പ് ആദ്യം നമുക്ക് ഇവിടുന്ന് മുങ്ങാം. അതിനിടയ്ക്ക് മറ്റേ പരിപാടി പറഞ്ഞായിരുന്നു. എന്താ ഒരു ഫ്ലൈയിങ് ബോംബ്. ഈ സാധനം തന്നെ. ഇത് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞാണ്. ഓട്ടെ. ഓക്കെ, ഒന്നാമത്തെ ജീവിയായി. പക്ഷെ അതിനെ കൊന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അതിനെ കൊന്നിട്ട് എനിക്കൊന്നും വലിയ കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഇവന്മാരെയാ കൊല്ലണ്ടേന്ന് എന്നോട് ചോദിക്കും. അയ്യോ, വഴി മറന്നുപോയി. അവിടെ നിന്നേന്ന് ഓർത്തില്ല. ഓക്കെ, അതേ മിഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് പോയിട്ട് അവന്മാരെ കൊന്നാ മതി. നമുക്ക് ഇവന്മാരെ ഇവിടെ നിന്ന് നൈസായിട്ട് തൂക്കണം. അവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവൻ ഇവിടെ ഉണ്ട്. വൺ ഡൗൺ. ഇനിയിപ്പോ അപ്പുറം നിൽക്കുന്നവൻ ഇപ്പൊ ഒരുത്തൻ ഇങ്ങോട്ടേക്ക് വരും. അവനെ കൂടെ നമ്മൾ തൂക്കണം നൈസായിട്ട്. ഇവിടെ നിൽക്കാം. ഇവന്മാരാണ് അപ്പൊ ഡീമൺ ഹണ്ടേഴ്സ്. ഓക്കെ, അതൊക്കെ തൂക്കിയിട്ടുണ്ട്. അവനെ കയ്യിലെടുത്തു. ഓക്കെ, അവിടെ നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. അല്ല വേണ്ട, അവിടേക്ക് പിന്നെ പോവാം. അല്ല, ഇപ്പൊ 2 പേരായി. മറ്റേ സാധനത്തിന് ഒന്നൂടെ കൊന്നു കഴിഞ്ഞപ്പോഴേക്ക് 2 പേര്. അയ്യോടാ, സ്റ്റെൽത്തടിയാന്ന് വിചാരിച്ചിട്ട് നമ്മള് നൈസായിട്ട് എന്നിട്ട് കേറി ചെന്ന് അടിക്കും. ഇപ്പൊ അവന്മാരെ കൊന്നാ മതി. 4 പേരെ കൂടെ കൊന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഇസുകിട്ടൊന്ന് തട്ടിയേക്കാം. അയ്യോ, പണി കിട്ടും. വീണ്ടും തൂക്കി. എന്താ അവസ്ഥ നോക്കിയാണ്. ഉമ്മാരെ തൊട്ടാനായിട്ട് അങ്ങോട്ട് കേറി ചെല്ലുകയും ചെയ്തു. അവസാനം ഇന്നെന്തായാലും അവനെ വെട്ടിക്കൊന്നിരിക്കും, ഉറപ്പ്. എന്റെ കോയിനും കുറഞ്ഞു പണ്ടാരം. നോക്കി സ്റ്റെൽത്ത് വന്ന് കഴിഞ്ഞിട്ട് കൊന്നാ മതി.
ഈ നേരത്തെ കിട്ടിയോളത്തെ പണി. എന്റെ കോയും കുറച്ച് കൂടിയിട്ടുണ്ട്. അവിടെ നിക്കടാ, അവിടെ നിക്കടാ, അവിടെ നിക്കടാ. ഇനി ദേ നിക്കുന്നവനെ കൊല്ലണം. അവനാണ് എനിക്ക് നേരത്തെ ഒന്ന് പണി തന്നത്. ഇവന്മാരെ എല്ലാവരും തട്ടുവാർന്നെങ്കിൽ എനിക്ക് നൈസായിട്ട് പോയിട്ട് ഇവിടുത്തെ സാധനങ്ങൾ മുഴുവൻ ഒന്ന് കളക്ട് ചെയ്യായിരുന്നു. എന്റെ മോനെ ഓൻ തിരിയുന്നു. ഇവ അങ്ങോട്ട് പോകുമ്പോ എന്നെ പുറകെ പോവാ. ഞാൻ വിചാരിച്ചൊന്നും മൂഞ്ചിന്ന്. കാരണം ആദ്യത്തെ അടിയൊന്ന് വെറുതെ കഴിക്കുക. വേറൊരു പന്ത് പോണു. അതെങ്ങടെ പോന്ന്? അത് ഏതാ വഴിക്ക് പോയി? ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ വഴി പോയിട്ട് അവനാ വഴി തിരിയുന്ന സമയം നമുക്ക് കളക്ട് ചെയ്യാം അവനെ. അവനിവിടെ വരുമ്പോ എന്തായാലും അറിയാൻ പറ്റുമല്ലോ. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ അവനെ കൊന്നിട്ട് പോകും. ലാസ്റ്റ് ഒരുത്തനും കൂടെ ഉള്ളു. തിരിയുന്ന സ്പോട്ടിൽ നമ്മൾ തിരിയും. അയ്യോ, ഇവിടെ ആള് നിന്ന കാര്യം എന്താടാ പറയാത്തെ? ഒരുമാതിരി വല്ലാത്ത പരിപാടി കാട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാ ഒരാളെ കൂടെ ഉള്ള കൊല്ലാനുള്ള മിഷൻ തന്നെ ഉള്ളു. ഞാൻ വിചാരിച്ച ഒരാളെ കൂടെ കാണത്തുള്ളൂ. ഇനിയിപ്പോ ഇവനെ കൊന്നിട്ടങ്ങ് പോയാൽ മതിയല്ലോ എനിക്ക്. വേണ്ട, അവിടേക്ക് പോകണ്ട. നമുക്ക് റിട്ടേൺ അടിച്ച് ഗേറ്റ് കീപ്പേഴ്സിന്റെ അടുത്തേക്ക് പോകാം. അവൻ തിരിയരുത്, അവൻ തിരിയുന്നതിന് മുമ്പ് ചെല്ലും. ഓക്കെ, അപ്പാ ആ മരം മുഴുവൻ കൊന്നിട്ട് അവിടുത്തെ ലൂട്ട് എടുക്കാന്നുള്ളത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. എന്തായാലും ഞാൻ ഇവിടെ എത്തി. ഇതെന്നത് എത്തിട്ട് തീരാത്തന്നത്. ഓക്കെ, എവിടൊക്കെയാ? ഓക്കെ, ഈ വഴി ചെന്നിട്ട് ഓക്കെ കുറച്ച് റെസ്റ്റ് എടുത്തേക്കാം. അതിനു മുമ്പ് ഹെൽത്ത് പെർഫെക്റ്റ്. പണിശാല പ്രിപ്പയർ ചെയ്യാം. അടിപൊളി. ചേട്ടാ കടമായിട്ട് ചെയ്തു തരൂ.
എടാ പൈസ ഇല്ലടാ. വീണ്ടും കൊറേ തവണ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ മുഴുവൻ തീർന്നു. ഇത് വീണ്ടും മറ്റേ ട്രെയിനിങ് ഹാള്. അത് വേണ്ട, നമുക്ക് ഇതേ വഴി തന്നെ പോകേണ്ടതെന്ന് തോന്നുന്നത്. കുറച്ച് പൈസ സെറ്റൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് റിപ്പയർ ചെയ്യായിരുന്നു. ഇത് വെറൈറ്റി ആണല്ലോ. അയ്യോ, ഡെസേർട്ട് കാസ്റ്റിൽ. ഓക്കെ, പതുക്കെ പതുക്കെ ഇറങ്ങ്. അയ്യോ ചെന്നായ. അർത്ഥമില്ല ഇത്. അറിഞ്ഞു വിടും. എന്നെ ചതിച്ചു കൊന്ന്. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഓടുന്നു. കണ്ട കണ്ടില്ല. ഒരുത്തനെ തട്ടി. വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. പൈസ കിട്ടുവായിരുന്നു ഉപകാരമായേനെ. ഓക്കെ, താഴേക്കൊരു വഴി. പൈസ കുറച്ച് തരാമോ? പൈസ എന്താ കുഴപ്പം? ഈ റിവാർഡ് ഗ്രൂപ്പ് ഒക്കെ അവിടെ ഉള്ളേ. അതങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ ആളിപ്പോ തന്നെ പൊട്ടിപ്പോവും. ഫാറ്റ് ഷാഡോ ഹണ്ടറിനെ കൊല്ലാനും പറഞ്ഞുകൊണ്ടാണ് അടുത്ത മിഷൻ തന്നേക്കണേ. ഫാറ്റ് ഷാഡോ ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ സാധനമായിരിക്കും. ഏത് മറ്റേ ചെന്നായ്ക്കള് അവിടെ ഉണ്ടായിരുന്നു എന്നെ കൊന്നവന്മാര്. മറ്റേ സൗണ്ട് കേൾക്കുന്നുണ്ട് ആൾക്ക്. അയ്യോ, മാറ്റാൻ കാരണം എന്റെ ശ്രദ്ധയും കളഞ്ഞ്, എന്റെ കോൺസെൻട്രേഷനും തെറ്റിച്ച്. ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാന്ന് വീണ്ടും.
ഓക്കെ അമ്മരിപ്പോ വരും. അയ്യന്റെ മുന്നേ ചെന്നായ്ക്കളല്ലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. ഇവിടെ ഫുൾ ഇങ്ങനെ ചെറിയ ഇടുക്ക് വഴികളാന്ന് എനിക്ക് തോന്നുന്നത്. ചാവ് ചാവ് ചാവടാ. ഓക്കെ അവനെ കൊന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മോളിൽ ചെന്നിട്ട് മറ്റവന്മാരെ പിടിക്കണം. ഇന്നത്തെ എൻ്റെ ഒരു മൂഡ് പോയി. അപ്പോ എന്തായാലും ഇന്നെന്തായാലും ആ പരിപാടി നടക്കൂല. ഇനി മെനക്കെട്ടിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും അത് നാളത്തെ വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.